ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 133 വാല്യം 3. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്ന് ബെഥനിയിലേക്ക് പോകുന്നു. തെളിവെള്ളം എന്ന സ്ഥലത്ത് തീർത്ഥാടകരാരും ഇല്ല. അവിടെ ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് ഒരു വല്ലായ്മ പോലെ. രാത്രിയിൽ വിശ്രമത്തിനോ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുന്നതിനോ ഒന്നും ആരുമില്ല. ജനക്കൂട്ടം ഉപയോഗിച്ച ശേഷം വിട്ടുപോകുമ്പോൾ ഉള്ളതുപോലെ ചപ്പുചവറൊന്നുമില്ല. വളരെ വൃത്തിയായി കിടക്കുന്നു. ശിഷ്യന്മാർ ഓരോ ശാരീരിക അധ്വാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലർ ചില്ലിക്കമ്പുകൾ കൊണ്ട് മീൻ പിടിക്കാനുള്ള കൂടകൾ ഉണ്ടാക്കുന്നു. ചിലർ മഴവെള്ളം കെട്ടിക്കിടക്കാതെ ശരിക്കും ഒഴുകിപ്പോകത്തക്ക വിധം ചാലുകൾ കീറുന്നു. ഈശോ ഒരു പുൽത്തകിടിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കുരുകിലുകൾക്ക് റൊട്ടിക്കഷ്ണങ്ങൾ ചെറുതാക്കി എറിഞ്ഞുകൊടുക്കുന്നു. ദിവസം നല്ല തെളിവുള്ളതാണ്. നോട്ടം എത്തുന്നിടത്തോളം സ്ഥലത്തെങ്ങും ഒരാളെ പോലും കാണുന്നില്ല. ഏതോ കാര്യം നിർവഹിക്കാൻ പോയിരുന്ന ആൻഡ്രു തിരിച്ചു വരുന്നു. ഈശോയുടെ അടുത്ത് ചെന്ന്, "ഗുരുവേ, അങ്ങേക്ക് സമാധാനം" എന്ന് പറയുന്നു. ആൻഡ്രു, "നിനക്കും സമാധാനം. ഒരു നിമിഷത്തേക്ക് ഇങ്ങു വരൂ. ഈ ചെറു പക്ഷികളുടെ കൂടെ കുറെ സമയം ചെലവഴിക്കൂ. നീ അവരെ പോലെയാണ്. നോക്കൂ, അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഭയമില്ല. നോക്കൂ, എത്ര നിർഭയരാണവർ, എത്ര സുരക്ഷിതരും സന്തോഷമുള്ളവരും. കുറച്ചു മുമ്പ് അവർ മിക്കവാറും എന്റെ കാൽക്കലുണ്ടായിരുന്നു. ഇപ്പോൾ നീ വന്നതിനാൽ നിന്നെ അവർ നോക്കുകയാണ്, കരുതലോടെ വർത്തിക്കുകയാണ്. ഇതാ, കൂടുതൽ ധൈര്യമുള്ള ഒരെണ്ണം മുന്നോട്ട് വരുന്നു. മറ്റുള്ളവ അതിനെ അനുഗമിക്കുന്നു. ആപത്തൊന്നും ഇല്ല എന്നവർക്ക് മനസ്സിലായി. വയർ നിറയെ അവ തിന്നുന്നത് കണ്ടോ? പിതാവിന്റെ മക്കളായ നമ്മളും അങ്ങനെയല്ലേ? അവന്റെ സ്നേഹം കൊണ്ട് നമ്മെ അവൻ തൃപ്തരാക്കുന്നു. നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നും തന്റെ സ്നേഹിതരായിരിക്കാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് അവനെ നമ്മൾ ഭയപ്പെടുന്നത്, നമ്മെ തന്നെ ഭയപ്പെടുന്നത്? അവന്റെ സ്നേഹം മനുഷ്യരുടെ പക്കലും നമ്മെ ധൈര്യമുള്ളവരാക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഒരു കുറ്റവാളി മാത്രം മറ്റുള്ള ആളുകളെ ഭയപ്പെട്ടാൽ മതി. നിന്നെപ്പോലെ നീതിമാനായ ഒരുവൻ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആൻഡ്രു വിവരണനാകുന്നു, എന്നാൽ ഒന്നും പറയുന്നില്ല. ഈശോ ആൻഡ്രുവിനെ പിടിച്ച് അടുപ്പിച്ച് നിർത്തി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, "നിന്നെയും സൈമണോടും കൂടെ ഒരുമിച്ച് മൂശയിലിട്ട് ഉരുക്കി വീണ്ടും രൂപപ്പെടുത്തണം. അപ്പോൾ രണ്ടുപേരും പരിപൂർണരാകും. ഇപ്പോൾ നിങ്ങൾ എത്ര വ്യത്യസ്തരാണ്. നിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് നീ പത്രോസിനെ പോലെ തന്നെ ആയിത്തീരും എന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? നീ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതെങ്ങനെയാണെന്ന് പോലും ഞാൻ ചോദിക്കയില്ല, കാരണം നീ പറയുന്നതെല്ലാം സത്യമാണ്. എന്റെ സഹോദരൻ സൈമണെ പോലെ ആകുന്നത് എനിക്ക് സന്തോഷമാ, കാരണം അവൻ നീതിമാനും അങ്ങയെ സന്തോഷിപ്പിക്കുന്നവനുമാണ്. സൈമൺ സമർത്ഥനാണ്. അവൻ സമർത്ഥനായതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമാണ്. അവന് ശക്തിയും ധൈര്യവുമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്കും നിനക്കില്ലേ? ഓ, ഞാനോ? എനിക്കോ? എന്നെക്കുറിച്ച് തൃപ്തിയുള്ളത് നിനക്ക് മാത്രമാണ്. ശബ്ദമുണ്ടാക്കാതെ മറ്റുള്ളവരെക്കാൾ ആഴമായി ജോലി ചെയ്യുന്നത് നീയാണെന്ന് മനസ്സിലാക്കുന്ന ഏക വ്യക്തിയും ഞാൻ മാത്രമാണ്. കാരണം 12 പേരിൽ ചിലർ അവർ ചെയ്യുന്ന ജോലിയോളം തന്നെ ശബ്ദമുണ്ടാക്കുന്നവരാണ്. ചിലർ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നവരാണ്. ചിലർ ജോലി ചെയ്യുക മാത്രം ചെയ്യുന്നു. എളിയതും അവഗണിക്കപ്പെടുന്നതുമായ അധ്വാനമുള്ള ജോലി. അവർ ഒന്നും ചെയ്യുന്നില്ല എന്നും മറ്റുള്ളവർ ചിന്തിച്ചേക്കും. എന്നാൽ കാണുന്നവർ അറിയുന്നു. ഇത്രയധികം വ്യത്യാസങ്ങളുള്ളത് നിങ്ങൾ ഇനിയും പൂർണ്ണരായിട്ടില്ലാത്തതുകൊണ്ടാണ്. ഭാവി ശിഷ്യരുടെ ഇടയിലും എന്നും ഈ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. നിങ്ങളെ അനുഗമിക്കുന്നവരുടെ ഇടയിലും ഇതുപോലുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സമയം ഇനി ഇല്ല എന്ന് ദേവദൂതൻ ഇടിനാദം പോലെ പ്രഖ്യാപിക്കുന്ന നാൾ വരെയും ഇതുണ്ടാകും.
ധാരാളം ജോലി ചെയ്യുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകർ ക്രിസ്തുവിന് എന്നും ഉണ്ടായിരിക്കും. അവരാണ് ഗുരുക്കന്മാർ. നിർഭാഗ്യവശാൽ ബാഹ്യമായ അഭിനയങ്ങളും ശബ്ദവും മാത്രമുള്ള നടന്മാരുടെ രീതിയിലുള്ള കപട ഇടയന്മാരും ഉണ്ടായിരിക്കും. വൈദികർ അല്ല, അവർ ഹാസ്യാനുകരണക്കാരാണ്, വേറൊന്നുമില്ല. അഭിനയങ്ങളോ ലോഹയോ ഒരുവനെ വൈദികനാക്കുകയില്ല. ലൗകികമായ അറിവോ ലോകത്തിലെ ശക്തന്മാരുമായിട്ടുള്ള അടുപ്പമോ ഒരാളെ വൈദികനാക്കുകയില്ല. അവന്റെ ആത്മാവാണ് ഒരാളെ വൈദികനാക്കുന്നത്. മാംസത്തെ ഞെരിച്ചു കളയത്തക്ക വലുതായ ആത്മാവ്. എന്റെ വൈദികൻ പൂർണ്ണമായി ആധ്യാത്മികതയുള്ളവനാണ്. അങ്ങനെയാണ് ഞാൻ അയാളെ വിഭാവനം ചെയ്യുന്നത്. വിശുദ്ധരായ എന്റെ വൈദികർ അങ്ങനെയായിരിക്കും. അരൂപിക്ക് നാടകം അഭിനയിക്കുന്ന ആളിന്റെ സ്വരമോ ഭാവമോ ഉണ്ടായിരിക്കുകയില്ല. അരൂപി ആയതുകൊണ്ട് പദാർത്ഥപരമായവയ്ക്ക് ചേരുന്ന മുഖംമൂടിയൊന്നും അതിനില്ല. അത് എന്താണോ അത് മാത്രമായിരിക്കും. അതായത് അരൂപി, അഗ്നി, പ്രകാശം, സ്നേഹം. അത് അരൂപിയോട് സംസാരിക്കുന്നു. അത് ചാരിത്ര്യശുദ്ധിയോടെ സംസാരിക്കുന്നു. കണ്ണിലും ആംഗ്യങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലും മനുഷ്യൻ നോക്കുന്നു. അയാൾ ഒരു സഹജീവിയെ കാണുന്നു. എന്നാൽ ശരീരത്തിന് ഉപരിയായി, അപ്പുറത്തായി അയാൾ എന്തു കാണുന്നു? തിരക്കിട്ടു പോകുന്ന അവന്റെ നടപ്പ് സാവധാനത്തിലാകുന്നു. അവൻ ചിന്തിക്കുന്നു, ഇങ്ങനെ അനുമാനിക്കുന്നു: എന്നെ പോലെയുള്ള ഈ മനുഷ്യന് മനുഷ്യന്റെ രൂപം മാത്രമേയുള്ളൂ. അയാൾക്ക് ഒരു ദൈവദൂതന്റെ ആത്മാവാണുള്ളത്. ഇപ്പറയുന്ന മനുഷ്യൻ ഒരവിശ്വാസിയാണെങ്കിൽ അവൻ തീരുമാനിക്കുന്നു, ഇയാൾ നിമിത്തം ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ജഡികനാണെങ്കിൽ അയാൾ പറയും, എന്റെ സഹസൃഷ്ടിയായ ഈ മനുഷ്യന് സ്വർഗീയമായ കണ്ണുകളാണുള്ളത്. എന്റെ ജഡികാസക്തിയെ ഞാൻ നിയന്ത്രിക്കും. എന്റെ കണ്ണുകളെ ഞാൻ അശുദ്ധമാക്കുകയില്ല. അയാൾ ഒരു ലുപ്തനാണെങ്കിൽ സമ്പത്തിനോട് ഒരു താല്പര്യവുമില്ലാത്ത ഇയാളുടെ മാതൃക നിമിത്തം എന്റെ ലുപ്ത് ഞാൻ അവസാനിപ്പിക്കും. അയാൾ ഒരു വലിയ മുൻകോപക്കാരനോ ക്രൂരനോ ആണെങ്കിൽ, ശാന്തരായവരോട് വൃഥാ കോപിക്കുന്നവനാണെങ്കിൽ, അയാൾ കൂടുതൽ ശാന്തതയും സമാധാനവുമുള്ളവനാകും. വിശുദ്ധനായ ഒരു വൈദികന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. എന്റെ വിശുദ്ധരായ വൈദികരിൽ എല്ലായ്പ്പോഴും കുറച്ചുപേർ ദൈവസ്നേഹത്തിനും തങ്ങളുടെ അയൽക്കാരോടുള്ള സ്നേഹത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണതയ്ക്കായി നിശബ്ദതയിൽ നിരന്തരം പരിശ്രമിച്ച അവരെ ലോകം ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാകയില്ല. ഒച്ചപ്പാടില്ലാതെ ജീവിക്കുന്ന അവർ നിമിത്തമാണ് ലോകം മുഴുവൻ ജഡിക പാപങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും വീണ് താഴാതിരിക്കുന്നത്. അവരുടെ പുഞ്ചിരി നിന്റേതുപോലെയായിരിക്കും, പരിശുദ്ധിയും വിനയവും ഉള്ളവ. കാരണം എല്ലാ കാലത്തും ഏതാനും ആണ്ട്രുമാരുണ്ടായിരിക്കും. ദൈവത്തിന്റെ കൃപയാൽ ലോകത്തിന്റെ ഭാഗ്യത്തിനു വേണ്ടി അവരുണ്ടായിരിക്കും. ഇതുപോലുള്ള വാക്കുകൾക്ക് ഞാൻ അർഹനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് പറയത്തക്കവണ്ണം ഞാൻ അത്ര നന്മയായി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഹൃദയത്തെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ നീ എന്നെ സഹായിച്ചു. പ്രകാശത്തിലേക്ക് നീ കൊണ്ടുവന്ന രണ്ടാമത്തെ ആത്മാവാണിത്. ഓ, അവൾ എന്തിനാണിത് പറഞ്ഞത്? അവൾ വാക്കു പറഞ്ഞതാണ്. ആരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ എനിക്കറിയാം, ക്ഷീണിതരായ നിന്റെ കൂട്ടുകാർ വിശ്രമിക്കുമ്പോൾ തെളിവെള്ളം എന്ന സ്ഥലത്ത് ഉറങ്ങാതിരിക്കുന്ന 3 പേരുണ്ട്. നിശബ്ദമായി പ്രവർത്തിക്കുന്ന സ്നേഹത്തിന്റെ അപ്പസ്തോലൻ, രക്ഷയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിച്ചും ഉറക്കമിളച്ച് പ്രതീക്ഷിച്ചും കാത്തിരിക്കുന്ന രക്ഷകൻ. എന്റെ പ്രതീക്ഷ
ഒരാത്മാവ് രക്ഷ കണ്ടെത്തണമേ എന്ന്. ആൻഡ്രൂ, നിനക്ക് നന്ദി. ഇതുപോലെ തുടരുക. ദൈവം നിനക്ക് അനുഗ്രഹം നൽകട്ടെ. ഓ ഗുരുവേ, മറ്റുള്ളവരോടൊന്നും പറയല്ലേ. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വിജനമായ കടൽ തീരത്ത് കുഷ്ഠരോഗിണിയായ ഒരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ, മുഖം എനിക്ക് കാണാൻ കഴിയാത്ത ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴോ വളരെ കുറച്ച് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്നാൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് സൈമൺ, ഇതറിയുകയും എന്റെ കൂടെ വരാൻ ആഗ്രഹം കാണിക്കുകയും ചെയ്താൽ അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നീയും വരരുത്. നിന്റെ മുമ്പിൽ വച്ച് സംസാരിക്കാൻ ലജ്ജ എന്നെ അനുവദിക്കയില്ല. ഞാൻ വരികയില്ല. ഈശോ വരികയില്ല. എന്നാൽ ദൈവത്തിന്റെ അരൂപി നിന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഭക്ഷണത്തിനായി അവർ നമ്മെ വിളിക്കുന്നു. അങ്ങനെ ഈശോയും തന്റെ നിശബ്ദനായ അപ്പസ്തോലനും തമ്മിലുള്ള സംഭാഷണം അവസാനിക്കുന്നു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ സന്ധ്യയായി. ശൈത്യമേറിയ കാറ്റ് നിമിത്തം വാതിൽ അടച്ചിരിക്കുന്നു. വാതിൽക്കൽ ആരോ മുട്ടുന്നു. ജോണിന്റെ സന്തോഷഭരിതമായ ശബ്ദം കേൾക്കുന്നു. സ്വാഗതം. നിങ്ങൾ എത്ര വേഗത്തിൽ തിരിച്ചു വന്നു. വിശേഷം എന്തുണ്ട്? നിങ്ങൾക്ക് ചുമക്കാൻ നല്ല ഭാരമുണ്ടായിരുന്നല്ലോ. ഒരേ സമയം എല്ലാവരും സംസാരിക്കുന്നു. 3 പേരുടെയും ചുമട് താഴെ വെക്കാൻ സഹായിക്കുന്നു. സാവകാശത്തിൽ. നമുക്ക് ഗുരുവിനെ അഭിവാദ്യം ചെയ്തിട്ട് വരാം. ഒരു നിമിഷം. എല്ലാവരും ഒരുമിച്ച് കൂടിയതിന്റെ സന്തോഷത്താൽ പ്രകാശിതമായ നേരം. എന്റെ സ്നേഹിതരെ, നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ദൈവം നല്ല കാലാവസ്ഥ നിങ്ങൾക്ക് തന്നു. അതെ ഗുരുവേ, എന്നാൽ നല്ല വാർത്തയൊന്നുമില്ല. ഞാൻ ഇത് നേരത്തെ വിചാരിച്ചതാണ്. കറിയോത്തുകാരൻ പറയുന്നു. കാര്യം എന്താണ്? എന്ത് സംഭവിച്ചു? അവരുടെ ജിജ്ഞാസ വർദ്ധിച്ചു. ആദ്യം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കൂ, ഈശോ പറയുന്നു. വേണ്ട ഗുരുവേ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവ നിനക്കും മറ്റുള്ളവർക്കും ആദ്യം അങ്ങ് തരാം. ഏറ്റവും ആദ്യം ജോൺ കത്ത് കൊടുക്കൂ. കത്ത് സൈമണിന്റെ കയ്യിലാണ്. എന്റെ സഞ്ചിയിൽ വച്ച് അത് ചുളുങ്ങിപ്പോകുമെന്ന് എനിക്ക് പേടിയായിരുന്നു. തീഷ്ണനായ സൈമൺ കാല് കഴുകാൻ വെള്ളം കൊടുക്കാനെത്തിയ തോമസുമായി എളിമയുടെ ഒരു മത്സരത്തിലായിരുന്നു. അയാൾ മുന്നോട്ട് വന്ന് പറയുന്നു, കത്ത് എന്റെ ബെൽറ്റ് സഞ്ചിയിലുണ്ട്. അയാൾ ആ വീതിയുള്ള ചെമന്ന തുകൽ ബെൽറ്റിനുള്ളിലുള്ള പോക്കറ്റ് തുറന്ന് ഒരു ചുരുൾ പുറത്തെടുക്കുന്നു. അത് ഇപ്പോൾ പരന്നാണിരിക്കുന്നത്. ഇത് നിന്റെ അമ്മയുടെ കത്താണ്. ഞങ്ങൾ ബെഥനിക്ക് സമീപം എത്തിയപ്പോൾ ജോനാഥനെ കണ്ടു. കത്തും കുറെ സാധനങ്ങളുമായി അവൻ ലാസറിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ജോനാഥൻ ജെറുസലേമിലേക്ക് പോകുന്നത് കൂസ അവന്റെ വീട് വൃത്തിയാക്കിയിടുന്നതിനാലാണ്. ഹെറോദേസ് ഒരുപക്ഷെ തിബേരിയാസിലേക്ക് പോകുകയായിരിക്കും. തന്റെ ഭാര്യ ഹെറോദിയായുടെ കൂടെ താമസിക്കാതിരിക്കാനാണ് കൂസ ആഗ്രഹിക്കുന്നത്. കറിയോത്തുകാരൻ വിശദീകരിക്കുന്നു. ഈ സമയം ഈശോ ചുരുളിന്റെ കെട്ടുകൾ അഴിച്ച് നിവർത്തുന്നു. സന്തോഷത്തോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈശോ അമ്മയുടെ കത്ത് വായിക്കുകയാണ്. ശിഷ്യർ താഴ്ന്ന സ്വരത്തിൽ പരസ്പരം മന്ത്രിക്കുന്നു. ഈശോ പറയുന്നു, ശ്രദ്ധിക്കൂ, ഗലീലിയക്കാർക്കെല്ലാവർക്കും വാർത്തയുണ്ട്. അമ്മ എഴുതുന്നു, എന്റെ ശാന്തശീലനായ പുത്രനും കർത്താവിന്റെ ദാസനുമായ ജോനാഥൻ ജോവന്നയിൽ നിന്ന് സമ്മാനങ്ങൾ എനിക്ക് കൊണ്ടുവന്നു. രക്ഷകനായ നീ അവളെയും ഭർത്താവിനെയും കുടുംബം മുഴുവനെയും അനുഗ്രഹിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. കൂസായ്ക്ക് സിയോനിലുള്ള വീട് തുറന്ന് ഒരുക്കുവാൻ ജോനാഥനോട് പറഞ്ഞിരിക്കുകയാണ്. ഇതിനായി കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. കാരണം എന്റെ വാക്കുകളും അനുഗ്രഹവും നിന്നെ അറിയിക്കാൻ എനിക്ക് കഴിയുന്നു. അതുപോലെ അൽഫയൂസിന്റെ ഭാര്യ മേരിയും സലോമിയും അവരുടെ മക്കൾക്ക് ക്ഷേമാന്വേഷണങ്ങളും സ്നേഹവും അനുഗ്രഹവും അയക്കുന്നു. ജോനാഥൻ വളരെ കാരുണ്യമുള്ളവനായതിനാൽ അവൻ വഴി വിദൂരസ്ഥനായിരിക്കുന്ന പത്രോസിന് അവന്റെ ഭാര്യയുടെയും
ഫിലിപ്പിനും നഥാനിയേലിനും അവരുടെ ബന്ധുക്കളുടെയും സ്നേഹാന്വേഷണങ്ങൾ അയച്ചിരിക്കുന്നു. വിദൂരത്തിലായിരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങളുടെ സ്ത്രീകളെല്ലാവരും തുന്നലും നെയ്ത്തും തോട്ടത്തിൽ പച്ചക്കറി കൃഷിയും ചെയ്ത് മഞ്ഞുകാലത്തേക്ക് നിങ്ങൾക്ക് വേണ്ട രോമവസ്ത്രങ്ങളും നല്ല തേനും അയക്കുന്നു. ഈർപ്പം കൂടുതലുള്ള സന്ധ്യാവേളകളിൽ ചൂടുവെള്ളത്തിലൊഴിച്ച് തേൻ കഴിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യം സൂക്ഷിക്കണം. നിങ്ങളുടെ അമ്മമാരും ഭാര്യമാരും എന്നോട് അതാണ് പറയുന്നത്. ഞാനും അത് തന്നെ പറയുന്നു. എന്റെ മകനോടും അത് തന്നെ പറയുന്നു. ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ബുദ്ധിമുട്ടുന്നത് വെറുതെ ആകരുതേ. ഞങ്ങളെ വിശ്വസിക്കൂ. ക്രിസ്തുവിന്റെ ശിഷ്യരുടെ ശിഷ്യരാകുന്ന ഞങ്ങൾ അയക്കുന്ന സമ്മാനങ്ങൾ ഉപയോഗിച്ച് സന്തോഷിക്കുക. കർത്താവിന്റെ ദാസരായ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കേൾക്കുവാനുള്ള സന്തോഷം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. ഇനി എന്റെ പ്രിയ മകനെ, നീ പൂർണ്ണമായി എന്റേതല്ലാത്തതായി തീർന്നിട്ട് ഏകദേശം 1 വർഷം തികയാൻ പോകുന്നു. എന്റെ ചിന്തകൾ നിന്റെ ആഗമനത്തിന്റെ കാലത്തേക്ക് തിരിയുകയാണ്. നിന്റെ കുഞ്ഞു ഹൃദയത്തിന്റെ സ്പന്ദനം എന്റെ ഉദരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതേസമയം നീ ശരിക്ക് വന്നിട്ടില്ല എന്നും ഞാൻ കരുതി. കാരണം നിന്റെ പ്രിയപ്പെട്ട മേനിയെ തഴുകുന്നതിന് എനിക്ക് കഴിയാത്ത വിധം തടസ്സമുണ്ടായിരുന്നു. എന്റെ പ്രിയ മകനും ആരാധ്യനുമായ ദൈവവുമായ നിന്നെ, നിന്റെ അരൂപിയെ ആരാധിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പോഴും നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഹൃദയം എന്റേതിനോടൊപ്പം സ്പന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചല്ലെങ്കിലും നീ എന്നിൽ നിന്ന് അകലെയല്ല. എന്നാൽ കർത്താവിന്റെയും അവിടുത്തെ ദാസിയുടെയും മിശിഹായ നിന്നെ തഴുകുവാനും കേൾക്കുവാനും ശുശ്രൂഷിക്കുവാനും വണങ്ങുവാനും എനിക്ക് കഴിയുന്നില്ലല്ലോ. യോവന്നായുടെ കൂടെ താമസിക്കാൻ എന്നോട് അവൻ ആവശ്യപ്പെടുന്നു. ദീപങ്ങളുടെ തിരുനാളിൽ ഞാൻ ഏകയായി പോകാതിരിക്കാനാണ് എന്നെ വിളിക്കുന്നത്. എന്നാൽ മേരിയുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ദീപങ്ങൾ കൊളുത്താം. എന്നാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്ഞിയായിരുന്നാലും 1000-മോ 10000-മോ ദീപങ്ങൾ കൊളുത്തിയാലും നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ധകാരത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഇരുളടഞ്ഞ ആ ഗുഹയിൽ നിന്നെ എന്റെ ചങ്കിനോട് ചേർത്ത് പിടിച്ചപ്പോൾ എന്റെ പ്രകാശവും ലോകത്തിന്റെ പ്രകാശവുമായ നിന്നെ ഞാൻ മാറോടണച്ചപ്പോൾ ഞാൻ ഉജ്ജ്വല പ്രകാശത്തിലായിരുന്നു. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്റെ മകന് 1 വയസ്സുകൂടെയായി, എന്നാൽ എന്റെ മകൻ എന്റെ കൂടെ ഇല്ല. ഇത് മത്താറിയായിൽ വച്ച് നിനക്ക് 1 വയസ്സ് തികഞ്ഞ ആദ്യത്തെ പിറന്നാളിനേക്കാൾ വിഷാദം പൂണ്ടതായിരിക്കും. എന്നാൽ നീ നിന്റെ ദൗത്യം നിർവഹിക്കുന്നു, ഞാൻ എന്റേതും. നമ്മൾ 2 പേരും പിതാവിന്റെ ഹിതമാണ് നിറവേറ്റുന്നത്. നമ്മൾ ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കുന്നു. അത് കണ്ണീരെല്ലാം തുടച്ചു നീക്കുന്നു. പ്രിയ മകനെ, എന്നോട് ഓരോരുത്തര് പറയുന്നതിൽ നിന്ന് നീ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നു. പുറംകടലിലെ തിരമാലകളുടെ ശബ്ദം ഉള്ളിലേക്ക് കയറി കിടക്കുന്ന, ഒറ്റപ്പെട്ടു കിടക്കുന്ന ഉൾക്കടൽ വരെ എത്തുന്നത് പോലെ ദൈവമഹത്വത്തിനായി നീ ചെയ്യുന്ന വേലകളുടെ പ്രതിധ്വനി നമ്മുടെ പ്രശാന്തമായ ചെറു വീട്ടിലും എത്തുന്നു. നിന്റെ അമ്മ സന്തോഷിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാവരും സംസാരിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള ഹൃദ്യമായ വികാരങ്ങളല്ല വെളിപ്പെടുന്നത്. സ്നേഹിതരും നിന്റെ സഹായം സ്വീകരിച്ചവരും വന്ന് എന്നോട് ഇങ്ങനെ പറയുന്നു: അവന്റെ മേൽ ശാപം ഉണ്ടാകട്ടെ. ഈ രണ്ടാമത് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവർ ദുരിതം അനുഭവിക്കുന്ന സാധു മനുഷ്യരാണ്. എന്റെ പക്കൽ വന്ന മാജിക്കുകാരൻ എവിടെയാണ്, ദിവ്യൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന അജ്ഞാനികളെക്കാൾ ഇവർ പാവപ്പെട്ടവരാണ്. ഈ അജ്ഞാനികൾ നിന്നെക്കുറിച്ച് തെറ്റാണ് പറയുന്നതെങ്കിലും അവർ ഒരു വലിയ സത്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം എന്റെ ഈശോ നീ പഴയകാലം മുതൽ കരുതപ്പെട്ടിരിക്കുന്നത് പോലെ
വലിയ പുരോഹിതനാണ്, നീ ദൈവീകനുമാണ്. നീ ബെഥനിയിലുണ്ടെന്ന് പറഞ്ഞ് അവരെ ഞാൻ നിന്റെ പക്കലേക്ക് അയക്കുന്നു. നീ എനിക്ക് വേറെ നിർദ്ദേശങ്ങൾ തരുന്നതുവരെ ഞാൻ അങ്ങനെയാണല്ലോ പറയേണ്ടത്. മരിച്ചു പോകുന്ന ശരീരത്തിന്റെ ആരോഗ്യം അന്വേഷിച്ചു വരുന്ന അവർക്ക് നിത്യരക്ഷ ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ദുഃഖമോർത്ത് ഒട്ടും വിഷമിക്കേണ്ട. ശരീരത്തിലും ആത്മാവിലും സൗഖ്യം നേടിയവരുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ ഈ ദുഃഖത്തിന് ശാന്തി നൽകുന്നു. എന്നാൽ മേരിയുടെ ദുഃഖമാണ് എന്റേതിനേക്കാൾ വലുത്. എന്നോട് മാത്രമല്ല സംസാരം. ജോസഫ്, അൽഫേയൂസിന്റെ പുത്രൻ, ഈയിടെ കച്ചവട കാര്യങ്ങൾക്കായി ജെറുസലേമിലേക്ക് പോയിരുന്നു. അവനെ അവർ തടഞ്ഞു വച്ച് ഭീഷണിപ്പെടുത്തി. നീ നിമിത്തം മഹാസഭയിലെ അംഗങ്ങളാണത് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള വലിയവർ ആരെങ്കിലും അവനെ കാണിച്ചു കൊടുത്തതായിരിക്കണമെന്നാണ്. അല്ലാത്ത പക്ഷം ജോസഫ് നിന്റെ സഹോദരനാണെന്നും കുടുംബത്തിന്റെ തലവനാണെന്നും ആരറിയാനാണ്? ഇത് നിന്നെ അറിയിക്കണമെന്ന് ജോസഫ് ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് ഇത് പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുസരിക്കണമല്ലോ, അതുകൊണ്ടാണ്. എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ അടുത്തായിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇക്കാര്യം നിന്റെ തീരുമാനത്തിന് ഞാൻ വിടുന്നു. കാരണം നീ പിതാവിന്റെ ജ്ഞാനമാണ്. എന്റെ കണ്ണീരൊന്നും കണക്കിലെടുക്കേണ്ട. ഈ സംഭവത്തിന് ശേഷം നിന്റെ സഹോദരൻ സൈമൺ നിന്നെ കാണാൻ വരാൻ ഒരുങ്ങിയതാണ്. ഞാനും കൂടെ ചെല്ലണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ കാലാവസ്ഥ മോശമായതിനാലും അതിലുപരിയായി നിന്നെ കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നെങ്കിലോ എന്ന് ഭയന്നുമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. കാരണം നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നിടത്ത് നിനക്ക് തുടർന്ന് താമസിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. മകനെ, എന്റെ പരിശുദ്ധനായ മകനെ, ആരാധ്യനായ പുത്ര, മോശ മലമുകളിൽ വച്ച് ചെയ്തതുപോലെ ഞാൻ എന്റെ കൈകൾ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്റെ ഈശോയെ, ലോകം സ്നേഹിക്കാത്ത നിന്റെയും ദൈവത്തിന്റെയും ശത്രുക്കൾക്കെതിരായുള്ള യുദ്ധത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഐസക്കിന്റെ ഭാര്യ ലിയ ഇവിടെ വച്ച് മരിച്ചു. എനിക്കത് വലിയ ദുഃഖമായിരുന്നു. കാരണം അവൾ എപ്പോഴും എന്റെ ഒരു നല്ല സ്നേഹിതയായിരുന്നു. എന്നാൽ എന്റെ ഏറ്റവും വലിയ ദുഃഖം നീ വളരെ ദൂരെ ആയിരിക്കുന്നതും ആളുകൾ നിന്നെ സ്നേഹിക്കാത്തതുമാണ്. എന്റെ മകനെ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിനക്ക് ഞാൻ സമാധാനവും അനുഗ്രഹങ്ങളും തരുന്നത് പോലെ നിന്റെ അനുഗ്രഹവും സമാധാനവും നിന്റെ അമ്മയ്ക്കും തരണമെന്ന് ആഗ്രഹിക്കുന്നു. ഹാ, ആ നാണം കെട്ട ജാതികൾ ആ വീട്ടിലും ചെന്നിരിക്കുന്നോ? പത്രോസ് വിളിച്ചു പറയുന്നു. യൂദാസ് തദേവൂസ് വികാരഭരിതനായി പറയുന്നു. ജോസഫ് ഈ വിവരം ആരോടും പറയരുതായിരുന്നു. എന്നാൽ എനിക്കറിയാം അത് അവൻ എല്ലാവരോടും പറയാൻ വേണ്ടി മരിക്കുകയായിരുന്നു എന്ന്. ചെന്നായ്ക്കളുടെ കൂവൽ കേട്ട് ആരും പേടിക്കാൻ പോകുന്നില്ല, ഫിലിപ്പ് പറയുന്നു. അവർ ചെന്നായ്ക്കളല്ല എന്നതാണ് കുഴപ്പം. അവർ കടുവകളാണ്. ജീവനുള്ള ഇരയെ തേടുകയാണവർ, കറിയോത്തുകാരൻ പറയുന്നു. അനന്തരം തീഷ്ണനോട്, നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങൾ ഇവരോട് പറയൂ എന്ന് പറയുന്നു. അതെ ഗുരുവേ, യൂദാസ് ഭയപ്പെട്ടത് ശരിയായിരുന്നു. ഞങ്ങൾ അരിമത്യാക്കാരൻ ജോസഫിനെയും ലാസറസിനെയും കാണാൻ പോയി. നിന്റെ അറിയപ്പെടുന്ന സ്നേഹിതരായിട്ടാണല്ലോ ഞങ്ങളെ കരുതുക. പിന്നീട് യൂദാസും ഞാനും കൂടെ വളരെ പഴക്കമുള്ള കൂട്ടുകാരെ പോലെ യൂദാസിന്റെ ചില സ്നേഹിതരെ കാണാൻ സിയോനിലേക്ക് പോയി. എന്നിട്ട് ലാസറസും ജോസഫും പറയുന്നത് ഈ തിരുനാൾ ദിവസങ്ങളിൽ തന്നെ നീ ഇവിടെ നിന്ന് പോകണമെന്നാണ്. ഉടനെ തന്നെ സ്ഥലം വിടണമെന്ന് അവർ പറയുന്നു. ഗുരുവേ, നിർബന്ധം പിടിക്കരുതേ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഇതവർ പറയുന്നത്. യൂദാസിന്റെ സ്നേഹിതർ പറഞ്ഞു, സൂക്ഷിച്ചുകൊള്ളുവിൻ. തിരുനാൾ ദിവസങ്ങളിൽ അവിടെ ആളുകളില്ലാതിരിക്കുമ്പോൾ വന്ന് അവനെ പിടിച്ച് കുറ്റം വിധിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ കുറച്ചുനാൾ വിശ്രമിക്കട്ടെ. അങ്ങനെ ആ അണലികൾ നിരാശരായി തീരും. ഡോറാസിന്റെ മരണം അവരുടെ വിഷമവും ഭയവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
കാരണം വിദ്വേഷം നിറഞ്ഞിരിക്കുന്ന അവർക്ക് വലിയ പേടിയാണ്. അങ്ങനെ ഭയം നിറഞ്ഞവരായതുകൊണ്ട് ഇല്ലാത്തത് അവർ കാണുകയും വിദ്വേഷമുള്ളതുകൊണ്ട് കള്ളം പറയുകയും ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. എന്തൊരു കഷ്ടത നിറഞ്ഞ സാഹചര്യം! എന്നിട്ട് എല്ലാം പർവ്വതീകരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും നമ്മെ ശപിക്കാൻ ആവശ്യത്തിന് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നു. അവർ നിമിത്തം എനിക്ക് നിരാശ തോന്നുന്നു. ഒരു സുഖവുമില്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു. നാട് കടത്തപ്പെട്ട് വിദൂരതയിലേക്ക് പോകണമെന്ന് പോലും തോന്നുന്നു. വളരെ വിദൂരതയിലേക്ക്. പാപമല്ലാതെ വേറൊന്നുമല്ലാത്ത ഇസ്രായേലിൽ നിന്ന് ദൂരെ പോകണം. കറിയോത്തുകാരന് മനസ്സിടിഞ്ഞു. യൂദാസേ, യൂദാസേ, ഒരു ശിശുവിന് ലോകത്തിലേക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീ ആ ശിശുവിനെ 9 ചന്ദ്രമാസങ്ങൾ ഉദരത്തിൽ വഹിക്കുന്നു. ലോകത്തിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നൽകാൻ അതിലും വേഗത വേണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? 9 പൂർണ്ണചന്ദ്രന്മാരല്ല, ആയിരക്കണക്കിന് പൂർണ്ണചന്ദ്രന്മാരെ അതിന് പിന്നിടേണ്ടതുണ്ട്. ഓരോ ചന്ദ്രമാസങ്ങളിലും ചന്ദ്രൻ ചെറുതാകുകയും കറുത്ത വാവ് വരികയും പിന്നീട് വലുതായി ക്രമേണ വെളുത്ത വാവ് ആവുകയും ചെയ്യുന്നില്ലേ? അതുപോലെ ലോകത്തിലും മതത്തിന്റെ വളർച്ചയുടെയും പൂർണ്ണതയുടെയും താഴ്ചയുടെയും ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ മതം ഇല്ലായ്മയായി എന്ന് തോന്നിക്കുന്ന കാലത്തും അത് നശിച്ചിട്ടില്ല. ചന്ദ്രനെ നമ്മൾ ഒട്ടും കാണാതാകുമ്പോൾ അത് ഇല്ലാതാകാത്തതുപോലെ തന്നെ ഈ മതത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടുള്ളവർക്ക് പരിപൂർണ യോഗ്യത ലഭിക്കും. ഭൂമിയിൽ വളരെ ചെറിയ ഒരു ഗണം വിശ്വാസികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂവെങ്കിലും അവരുടെ സമ്മാനത്തിന് കുറവുണ്ടാവുകയില്ല. സന്തോഷമായിരിക്കൂ. വിജയത്തിൽ വേഗം ആഹ്ലാദിക്കുകയും പരാജയത്തിൽ വേഗം മനസ്സിടിയുകയും അരുത്. എന്നാൽ നമുക്ക് പോകാം. നമുക്ക് വേണ്ടത്ര കരുത്തില്ല. സൻഹെദ്രിന്റെ മുമ്പിൽ നമ്മൾക്ക് ഭയമായിരിക്കും. കുറഞ്ഞപക്ഷം എനിക്ക് ഭയമാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അത് പരീക്ഷിച്ചു നോക്കുന്നത് വിവേകമായിരിക്കുമെന്ന് തോന്നുന്നില്ല. നബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലെ 3 യുവാക്കന്മാരെ പോലെ ഒന്നുമല്ല നമ്മൾ. അതെ ഗുരുവേ, പോകുന്നതാണ് കൂടുതൽ നല്ലത്. അതാണ് ബുദ്ധി. യൂദാസ് പറഞ്ഞത് ശരിയാണ്. നിന്റെ അമ്മയും ബന്ധുക്കളും അത് തന്നെയല്ലേ പറയുന്നത്? ലാസറസും ജോസഫും. അവർ ഇവിടെ വരാൻ നമ്മൾ ഇട കൊടുക്കരുത്. ഈശോ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആകട്ടെ. എന്നാൽ നമ്മൾ പിന്നീട് ഇവിടെ തിരിച്ചു വരും. എത്രയധികം ജനങ്ങൾ വരുന്നു എന്ന് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ ആത്മാക്കളെ ഞാൻ നിർബന്ധിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുകയില്ല. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നമുക്ക് സ്ത്രീകൾ കൊടുത്തയച്ച സമ്മാനങ്ങളൊക്കെ നോക്കാം. എല്ലാവരും സന്തോഷഭരിതരായി സംസാരിച്ചുകൊണ്ട് തങ്ങളുടേതായ സമ്മാനങ്ങൾ പുറത്തെടുത്ത് അഴിച്ചു നോക്കി അത്ഭുതപ്പെടുന്നു. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ഭക്ഷണങ്ങൾ ഇവയെല്ലാമാണ് അമ്മമാരും ഭാര്യമാരും കൊടുത്തയച്ചിരിക്കുന്നത്. ഈ സമ്മാനങ്ങളെല്ലാം കാണുവാൻ ഓരോരുത്തരും ഈശോയെ ക്ഷണിക്കുന്നു. എന്നാൽ ഈശോ ചിന്താമഗ്നനായി ദുഃഖിതനായി കാണപ്പെടുന്നു. ഈശോ അമ്മയുടെ കത്തെടുത്ത് വീണ്ടും വീണ്ടും വായിക്കുകയാണ്. ഒരു ചെറിയ വിളക്കുമെടുത്ത് മുറിയുടെ അങ്ങേയറ്റത്തുള്ള മൂലയിൽ കൈപ്പത്തി കൊണ്ട് കണ്ണുകൾ മറച്ച് ധ്യാനത്തിലെന്ന പോലെ ആയിരിക്കുന്നു. എന്നാൽ ഈശോ വേദനിക്കുകയാണ്. ഗുരുവേ, നോക്കൂ, എത്ര നല്ല ഉടുപ്പും ശിരോകവചം ചേർത്തുണ്ടാക്കിയിട്ടുള്ള മേലങ്കിയും എന്റെ പാവം ഭാര്യ കൊടുത്തയച്ചിരിക്കുന്നു. അവൾ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. കാരണം നിന്റെ അമ്മയെപ്പോലെയുള്ള കഴിവ് അവൾക്കില്ല. ആ സാധനങ്ങളെല്ലാം കയ്യിൽ പിടിച്ച് വളരെ സന്തോഷഭരിതനായി പത്രോസ് പറയുന്നു, ശരി, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. അവൾ സമർത്ഥയായ ഒരു ഭാര്യയാണല്ലോ. ഈശോ കാരുണ്യപൂർവ്വം പറയുന്നു. എന്നാൽ ഈശോയുടെ ചിന്തകൾ അവിടെ നിന്നെല്ലാം വളരെ അകലെയാണ്. ഞങ്ങളുടെ അമ്മ നല്ല കട്ടിയിൽ നെയ് തുണി കൊണ്ട് 2 ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുത്തയച്ചിരിക്കുന്നു. പാവം അമ്മ. ഈശോ, നിനക്ക് ഇവ ഇഷ്ടമാണോ?
നല്ല ചേർച്ചയുള്ള നിറങ്ങൾ അല്ലേ? സബദിപുത്രൻ ജെയിംസ് പറയുന്നു. ശരിക്ക് ഭംഗിയുള്ളവ. നിനക്ക് നല്ലവണ്ണം ചേരും ജെയിംസേ, ഈശോ മറുപടി പറയുന്നു. നോക്കൂ, ഈ ബെൽറ്റുകൾ നിന്റെ അമ്മയുണ്ടാക്കിയതാണ്. അത്രയും ഭംഗിയുള്ള ചിത്രത്തുന്നൽ ചെയ്യുവാൻ അവൾക്ക് മാത്രമേ കഴിയൂ. അതുപോലെ 2 പാളി വച്ചുള്ള ഈ ശിരോവസ്ത്രവും മേരി തന്നെ ആയിരിക്കണം ഉണ്ടാക്കിയത്. വെയിലധികം കൊള്ളാതിരിക്കാൻ അത് സഹായിക്കും. നിന്റേതുപോലെ ഇരിക്കുന്നു. കുപ്പായം അതുപോലെയല്ല. അത് അമ്മ തന്നെ നെയ്തതാണ്. പാവം അമ്മ. കഴിഞ്ഞ വേനൽക്കാലത്ത് ചിന്തിയ കണ്ണീരെല്ലാം കഴിഞ്ഞപ്പോൾ കാഴ്ച തന്നെ ശരിക്കില്ല. പലപ്പോഴും നൂൽ പൊട്ടിപ്പോകുന്നു. എന്തൊരു സ്നേഹം നിറഞ്ഞ അമ്മ. യൂദാസ് തദേവൂസ് കടും ചെമപ്പായ വസ്ത്രം ചുംബിച്ചുകൊണ്ട് പറയുന്നു. ഗുരുവേ, നിനക്കൊരു സന്തോഷവുമില്ലല്ലോ. അവസാനം ബർത്തലോമ്യ പറയുന്നു. നിനക്കായി കൊടുത്തയച്ച സാധനങ്ങളൊന്നും നീ നോക്കുന്നത് പോലുമില്ല. അവനത് സാധ്യമല്ല. തീക്ഷ്ണനായ സൈമൺ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്. ശരി, അഴിച്ചതെല്ലാം വീണ്ടും ചാക്കിലാക്കി കെട്ടുക. എല്ലാം തരംതിരിച്ച് വെവ്വേറെ കെട്ടിവയ്ക്കൂ. പിടിക്കപ്പെടാനുള്ള സമയമല്ല ഇത്. നമ്മൾ പിടിക്കപ്പെടരുത്. രാത്രി കുറേയാകുമ്പോൾ നിലാവെളിച്ചത്തിൽ നമുക്ക് പുറപ്പെടാം. ആദ്യം ഡോക്കോയിലേക്കും പിന്നീട് ബെഥനിയിലേക്കും. എന്തിന് ഡോക്കോയിലേക്ക് പോകണം? കാരണം മരണാസന്നയായ ഒരു സ്ത്രീ അവിടെയുണ്ട്. ഞാൻ അവളെ സുഖപ്പെടുത്താനായി അവൾ കാത്തുകിടക്കുകയാണ്. നടത്തുകാരനോട് പറയുന്നില്ലേ? ഇല്ല ആൻഡ്രൂ, ആരോടും നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അവർക്കറിഞ്ഞുകൂടാത്തതിനാൽ അവർക്ക് കള്ളം പറയേണ്ടി വരികയില്ല. പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ലാസറസിന് ഉപദ്രവമുണ്ടാക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ലാസറസ് നിന്നെ കാത്തിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ലത്, സൈമൺ, നിന്റെ പഴയ ഭൃത്യന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ സൗകര്യം തന്നുകൂടെ? ഓ, സന്തോഷത്തോടെ. ഗുരുവേ, നീ എല്ലാം അറിയുന്നു. അതിനാൽ ലാസറസിന്റെ പേർക്കും എന്റെ പേർക്കും അവിടെ താമസിക്കുന്നയാളിന്റെ പേർക്കും ഞാൻ പറയുന്നു, ആ വീട് നിന്റേതാണ്. നമുക്ക് പോകാം, വേഗമാകട്ടെ. കാരണം സാബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ബെഥനിയിലെത്തണം. പെട്ടെന്നുള്ള പുറപ്പാടിന് തയ്യാറാകുവാൻ എല്ലാവരും വിളക്കുകളുമായി ഓരോ ജോലിക്ക് പോയി. ഈശോ തനിയെ ആയിരിക്കുന്നു. ആൻഡ്രൂ തിരികെ വന്ന് ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ആ സ്ത്രീയുടെ കാര്യം എന്താണ് ചെയ്യേണ്ടത്? അവൾ വരാറായിരിക്കുന്ന ഈ സമയത്ത് അവളെ വിട്ടിട്ട് പോകുന്നതോർക്കുമ്പോൾ വിഷമമുണ്ട്. അതാണ് വിവേകം. നീ കണ്ടതാണല്ലോ. കുറെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുമെന്നും അതുവരെ നിന്റെ വാക്കുകൾ ഓർത്തിരിക്കണമെന്നും അവളോട് പോയി പറയുക. കർത്താവേ, നിന്റെ വാക്കുകൾ, ഞാൻ നിന്റെ വാക്കുകൾ ആവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പോയിക്കൊള്ളുക, വേഗം വേണം. ആരും നിന്നെ കാണാൻ ഇടയാകരുത്. ചീത്തയാളുകളുടെ ഈ ലോകത്തിൽ വാസ്തവത്തിൽ നിഷ്കളങ്കരായവർ ദുഷ്ടരെ പോലെ കരുതപ്പെടും. ഈ വലിയ സത്യത്തിന്മേൽ ദർശനം അവസാനിക്കുന്നു.